നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 824 824. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 824 78 സർഗം. ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ളതിൽ 78 സർഗം യുഗധർമ്മങ്ങളും നാമസങ്കീർത്തന മഹിമയും. അതിലെ 10ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. ജനങ്ങളിൽ വളർന്നെങ്ങും ശൂദ്രദാശ പ്രധാനരാം, ഓരോ മർത്യനിലും സത്വം മുമ്പാം 3 ഗുണങ്ങളും. ജനങ്ങളിൽ വളർന്നയെങ്ങും ശൂദ്രദാശപ്രധാനരാം, ശൂദ്രന്മാരും ദാസന്മാരും പ്രധാനമായിട്ട് തീരുന്നർത്ഥം. അപ്പോൾ ശൂദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് കേൾക്കുന്ന ആൾക്കാരെന്നേ ഉള്ളൂ. സേവകന്മാരെയാണ് ശൂദ്രന്മാർ എന്ന് പറയണത്. പിന്നെ ദാസന്മാർ, ദാശപ്രധാനരാം, ഓരോ മർത്യനിലും എല്ലാവരിലും ബ്രാഹ്മണ ക്ഷത്രിയ വ്യത്യാസമില്ലാണ്ട് സത്വം എന്ന് പറഞ്ഞാൽ ആത്മാവ് സത്വം. സത്വം മുമ്പാം 3 ഗുണങ്ങളും പ്രകൃതിയുടെ ഗുണങ്ങൾ കൂടെയാണ് വ്യവഹാരം. അപ്പോൾ ആത്മാവ് ആനന്ദിക്കാൻ വിശേഷിക്കപ്പെട്ടതാണെങ്കിലും ഈ ത്രിഗുണങ്ങളിൽ ആവൃതനായാൽ അല്ലെങ്കിൽ താല്പര്യവാനായാൽ വേണ്ടത്ര ഗൗരവം ഉണ്ടാവില്ല. അവിടെയാണ് പ്രശ്നം. ഇനി ആ 3 ഗുണങ്ങളും ഇനി 11ാമത്തെ ശ്ലോകത്തിൽ കാലം കൊണ്ടുളവാം സാഹചര്യത്താൽ മാറി വന്നിടും. അതാണ് ഏറ്റവും പ്രധാനം. കാലം കൊണ്ടുളവാം, സമയം കൊണ്ട്, കാലം കൊണ്ട് ഉളവാം സാഹചര്യത്താൽ മാറി വന്നിടും. സാഹചര്യങ്ങളെ ബഹുമാനിക്കാൻ സാധിക്കണം. സ്ഥലം മുഖം ന്യായം, മനസ്സിലായില്ലേ? അപ്പോൾ കാലം കൊണ്ടുളവാം സാഹചര്യത്താൽ മാറി വന്നിടും. യുഗങ്ങൾ ഏതിലും മറ്റ് 3 വരവ് കണ്ടിടാം. യുഗങ്ങൾ ഏതിലും, ഏത് യുഗമാണെങ്കിലും ശരി, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അതിലെ യുഗങ്ങളേതിലും മറ്റ് 3 വരവ് കണ്ടിടാം. സൂര്യാദിതൻ ദശയിൽ മറ്റ് അപഹാരങ്ങൾ പോലവേ സത്വത്താൽ ഇന്ദ്രിയം, ബുദ്ധി, മനസ്സ് ഇവ തെളിഞ്ഞുടൻ തപസ്സും ജ്ഞാനവും മറ്റും രുചിക്കും കാലമാം. കാലഗതിക്ക് അനുസരിച്ചിട്ടാണ് ഓരോന്നിൻ്റെയും പ്രയോഗത്തിൽ രുചി ഉണ്ടാവുക. അതായത് വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം ഉപനിഷത്തിലുണ്ട്. വിവാഹം കഴിഞ്ഞ അന്ന് ഐദർ സ്പൗസിന്, ഒന്നില്ലെങ്കിൽ വധുവിന് അല്ലെങ്കിൽ വരവിന് ഐദർ ഒരു ലൂസ് മോഷൻ അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടൊരു പനി വന്നാൽ ആ അറ്റ്മോസ്ഫിയർ എങ്ങനെ ഉണ്ടാവും? അവരുടെ വെഡ്ഡിങ് കഴിഞ്ഞ ആദ്യ നൈറ്റ് അവരുടെ അന്തരീക്ഷം എന്താവും? ഇതാരാ നിയന്ത്രിക്കണത്? അതാണ് പറഞ്ഞത് സാഹചര്യങ്ങൾ. അപ്പം സത്വത്താൽ ഇന്ദ്രിയം, ബുദ്ധി, മനസ്സ് ഇവ തെളിഞ്ഞുടൻ തപസ്സും ജ്ഞാനവും മറ്റും രുചിക്കും കാലമാം. കൃതം ധർമാർത്ഥകാമങ്ങളിൽ ആണാഗ്രഹം കാൺമതെങ്കിലോ. ഓരോ വ്യക്തികളുടെയും അവസ്ഥകൾക്കനുസരിച്ച് യുഗങ്ങൾ മാറുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം ത്രേതായുഗത്തിൽ തന്നെ കൃതയുഗത്തിലെ സാഹചര്യമാണ് ഒരാൾക്ക് വിചാരിച്ചാൽ അയാൾ കൃതയുഗത്തിലാണ്. ഇതാണ് വ്യക്തിപരമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഭാഗവതം, രാമായണം, ഇതിഹാസങ്ങൾ, പുരാണങ്ങളൊക്കെ വ്യക്തിഗതമാണ്. വ്യക്തികൾ എങ്ങനെ ഉൾക്കൊള്ളണു അതിനനുസരിച്ചിരിക്കും. അപ്പോൾ തപസ്സും ജ്ഞാനവും മറ്റും രുചിക്കും കാലമാം.
കൃതം ധർമാർത്ഥകാമങ്ങളിലാണ് ആഗ്രഹം കാണുന്നതെങ്കിലോ അതായത് ഒരു വ്യക്തിക്ക് ധർമാർത്ഥകാമങ്ങളിൽ ആഗ്രഹം ഉണ്ടായാൽ കൃതയുഗത്തിലാണ് എന്ന് പറയാം. രജസ്സിയറ്റിടും ത്രേതായുഗം അക്കാലമോർത്തിടാം. രജസ് അറ്റിടും, രജസ് ഉണ്ടാവില്ല ത്രേതായുഗത്തിൽ. രജസ് അറ്റിടും ത്രേതായുഗം അക്കാലമോർത്തിടാം. അതൃപ്തി, തൃപ്തിയില്ലായ്മ, ദംഭം, മാത്സര്യം, ശോകം, മോഹം, ഭയാദിയും. അധർമ്മരുചിയും കണ്ടാലോഹിക്കാം കലികാലമാം. അധർമ്മത്തിലാണ് രുചി, അതാണല്ലോ. അധർമ്മരുചിയും കണ്ടാലോഹിക്കാം കലികാലമാം. കാമാതുരന്മാർ നിർഭാഗ്യരേറെ തിന്നും. ജാസ്തി ഭക്ഷണം കഴിക്കാൻ ആരാ? നിർഭാഗ്യരാ. കാരണം എന്താ? അവർക്ക് നല്ല എന്താ പറയുക, ശാന്തി സമാധാനം ഉണ്ടാവില്ല, ചികിത്സ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പോൾ കാമാതുരന്മാർ നിർഭാഗ്യരേറെ തിന്നും. അസത്തുക്കൾ ദരിദ്രന്മാരുമായി എന്നാൽ നാരീജനം അസാധ്യം. നാരീജനങ്ങൾ സാധ്വികളാവില്ല എന്നാണ് പറഞ്ഞത് കലികാലത്ത്. നാടെങ്ങും കൊള്ളാൻ നേതാക്കളേവരെയും പിഴിഞ്ഞിടും. നേതാക്കൾ ഏവരെയും, നേതാക്കന്മാരായാൽ നേതാക്കന്മാരല്ലാത്തവരെ പിഴിയും തന്നെയാണ് പറഞ്ഞത്. ദുര്യുക്തി ദൂഷിതം മറ്റുള്ളവരെ പറ്റി ദോഷം പറയാന്നാ. ദുര്യുക്തി ദൂഷിതം വേദം ശിഷ്ണോദരപരൻ ദ്വിജൻ. വേദം ശിഷ്ണോദരപരൻ കാമകിങ്കരന്മാരെന്നർത്ഥം. ദ്വിജൻ വ്രതമില്ല ബ്രഹ്മചാരി പിച്ചതണ്ടും കുടുംബികൾ. വ്രതമില്ല ദ്വിജന്, പിന്നെ എന്താണെന്നാ പറയുക, ദ്വിജന് വ്രതം ഉണ്ടാവില്ല. ബ്രഹ്മചാരി പിച്ചതണ്ടും കുടുംബികൾ മുതൽ നേടുന്നു സന്യാസി. കുടുംബികൾ സ്ത്രീകളാണ് കൂടുതൽ സന്യസിക്കുക. അർത്ഥവത്തല്ലാത്തൊരു കാര്യമാണത്. നേടുന്ന സന്യാസി വീട്ടിൽ മേവും തപസ്വികൾ. തപസ്വികളെന്ന പേര്, പക്ഷെ വീട്ടിലായിരിക്കും അവർ. ശരീരം ചെറുത്, ഊണേറും പെൺകൾ അന്നത്രയും പെറും. തൂണേറും പെൺകൾ അന്നത്രയും പെറും എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പ്രസവിക്കും, വേണമെങ്കിൽ വേണ്ട. അങ്ങനെ കടന്നാണുങ്ങളോടെന്നും കയർക്കും കാമിനി ജനം. കടന്ന് ആണുങ്ങളോട് എന്നും കയർക്കും കാമിനി ജനം. പുരുഷന്മാരെ പുല്ലിന് വില, കയർക്കും അവരോട്. കച്ചവടക്കാരേവരോടും കളവല്ലാതെ ചൊല്ലിടാ. കച്ചവടക്കാർ ഏവരോടും എല്ലാവരോടും കളവ് മാത്രമേ പറയുള്ളൂ. അതാണ് കച്ചക്കപടം. ആപത്തിൽപ്പെട്ട് വയ്യാതാം ഭൃത്യനെ പ്രഭുവും വീടും പത്നി പോലും വെറുത്തേടും. ആപത്തിൽപ്പെട്ട് വയ്യാതാം ഭൃത്യനെ പ്രഭുവും വീടും പത്നി പോലും വെറുത്തിടും. പതിയെ പലർ പേർകളും കുലധർമ്മം വിടും. പതിയെ മെല്ലെ കുലധർമ്മം ഇല്ലാതെ ഉണ്ടാവും. പൈക്കൾ പരാതാവുകൾ വിറ്റിടും. അത് എല്ലാവർക്കും മനസ്സിലാവില്ല പെട്ടെന്ന്. പണ്ടത്തെ കാലത്ത് പശുക്കൾ പ്രസവം നിർത്തിയാലും അവരെ തീറ്റിപ്പോറ്റി പാലിക്കും. മരിച്ചാൽ മനുഷ്യന്മാർക്കുള്ള ആചാരപ്രകാരം വിധിപ്രകാരം അവരെ മറ ചെയ്യും. കാമധേനു ആണ് എന്നുള്ള സങ്കല്പത്തിൽ മറ ചെയ്യും. ഇതാണ്. അപ്പോൾ ഇന്നങ്ങനെയല്ല. പശു പാല് കമ്മിയായി അപ്പം വിൽക്കണം. അപ്പോൾ കാമധേനു എന്നുള്ള പിന്നെ മതിപ്പില്ലാണ്ടാവാണ് ആൾക്കാർക്ക്. എല്ലാം വ്യവഹാര ദശയിലാണ്. അപ്പോൾ പറയണു, കുലധർമ്മം വിടും പൈക്കൽ പെറാതാവുകൾ വിറ്റിടും. പത്നി ഗൃഹത്തിലുള്ള ഓരോടോ അടുപ്പം കൂടി വന്നിടും. പുരുഷന് സ്വന്തം വീട്ടിലെ അച്ഛനമ്മമാരോടോ സഹോദരിമാരോടോ സഹോദരന്മാരോടോ താല്പര്യം ഉണ്ടാവില്ല. പിന്നെയോ പത്നി ഗൃഹം, അതാണ് ഫാദറുകളോടും മദറിനോടും വലിയ കമ്പായിരിക്കും. അതായത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അതാണ് ഉത്തരവാദിത്തം ബാലൻസ് ആവില്ല എന്നർത്ഥം.
അച്ഛൻ ജ്യേഷ്ഠൻ തുടർന്നവരെ ത്യജിക്കും. അച്ഛനെയും അമ്മേനെയും ജ്യേഷ്ഠൻ തുടർന്നവരെ ത്യജിക്കും. ആര് കാരണം? ഭാര്യ കാരണം. തപസ്സി വേഷമാർന്നെങ്ങും ശൂദ്രൻ ദാനങ്ങൾ വാങ്ങിടും. തപസ്സി അതായത് പണ്ടൊരു കാലത്ത് ആജ്ഞാവർത്തികളെ ആജ്ഞ പരിപാലിച്ച് വന്ന ആൾക്കാർ സന്യാസിയായിട്ട് പിച്ചതുണ്ട്. അങ്ങനെ പറഞ്ഞത്. ശൂദ്രൻ ദാനങ്ങൾ വാങ്ങിടും. ഉയർന്നിരുന്ന് ധർമ്മോപദേശം ചെയ്യും അധർമ്മികൾ. അധർമ്മികൾ ധർമ്മത്തിൽ നടക്കാത്തവർ എന്നർത്ഥം പറയും. ദാരിദ്ര്യവും നികുതിയും കൊണ്ടേറെ വലയും ജനം. ദാരിദ്ര്യവും നികുതിയും കൊണ്ടേറെ വലയും ജനം. മഴയില്ലാതെയാം മണ്ണിൽ ഭൂമിയിൽ മഴ പെയ്യാണ്ടാവും കുറേ കാലം. അതിനോടനുസരിച്ച് അർക്കൻ സൂര്യൻ തപിക്കും, ചൂട് ജാസ്തി. കാട്ടുതീ ഉണ്ടാവും, അപ്പോഴും ചൂട് ജാസ്തി. ഭൂമിയുടെ അടിയിൽ നിന്ന് അഗ്നിജ്വാലകൾ വരുന്നൊക്കെയാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. മഴയില്ലാതെ ആ മണ്ണിൽ വിളവെങ്ങും ചുരങ്ങിടും. വിളവ് നെല്ല് ഗോതമ്പൊന്നും വിളയില്ല. ഊണും കിടപ്പും കുളിയും ഉടുപ്പും മറ്റുമെന്നിയേ, വേറൊന്നുമില്ല. പിശാചു പോലാം മനുജൻ. ഊണ് കിടപ്പ് കുളിയും ഉടുപ്പും മറ്റുമെന്നിയേ, ഒന്നും വേണ്ട, എങ്ങനെ വേണമെങ്കിലാവാം. പിശാചു പോലാം മനുജൻ കലിയിൽ ഗുരുനന്ദന. ഹേ പരീക്ഷിത്തേ, കേട്ടോളൂ എന്നാ പറഞ്ഞത്. പിശാചു പോലാം മനുജൻ കലിയിൽ ഗുരുനന്ദന. സ്നേഹം തീരെ മറന്നിടും ഒരൊറ്റ ചെല്ലി കാരണം. ഒരു ഉറുപ്പ്യയ്ക്ക് വേണ്ടിയിട്ട് ആളെ കൊല്ലുക, അങ്ങനെ ഉണ്ടല്ലോ ഇല്ലേ? സ്നേഹം തീരെ മറന്നിടും ഒരൊറ്റ ചെല്ലി കാരണം. മറ്റോനെ കൊല്ലുക അല്ല, ആത്മഹത്യ പോലും നടത്തിയിടും. ഒന്നില്ലെങ്കിൽ കൊല്ലും, അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ നടത്തും. രണ്ടും വിരോധാഭാസ. പോറ്റില്ല വൃദ്ധരാം അമ്മയച്ഛന്മാരെ നരാധമൻ. നരാധമൻ എന്നാണ് പറഞ്ഞത്. അച്ഛനമ്മേനെയും പോറ്റില്ല. വിഷയാസക്തർ അവരോ പുത്രന്മാരെയും അങ്ങനെ. വിഷയാസക്തർ അവരോ പുത്രന്മാരെയും അങ്ങനെ. ദുര്യുക്തി കേട്ടുള്ളം പിഴച്ച മനുജാധമൻ. ദുര്യുക്തി കേട്ട് ഉള്ളം പിഴച്ച മനുജാധമൻ. മനുജാധമൻ. പൂജിക്കുകയില്ല, സേവ ചെയ്യില്ല, ജീവുള്ളവരെ പൂജിക്കില്ല, അങ്ങനെ പറയാം. പൂജിക്കുകയില്ല കലിയിൽ പുണ്ടരീകായതാക്ഷനെ. അത് ശരിയാ, ശ്രീകൃഷ്ണനും ശ്രീരാമനല്ല, പിന്നെയോ അതിനും താഴെ. അങ്ങനെയാണ്. അങ്ങനെ പറയുമ്പോൾ ചിലവർക്ക് വിഷമാവും. വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതാണ് പൂജിക്കുകയില്ല കലിയിൽ പുണ്ടരീകായതാക്ഷനെ. ബ്രഹ്മാദ്യർ പോലും സമയം നോക്കേണ്ടും വിശ്വനാഥനെ. ബ്രഹ്മാദ്യർ പോലും സമയം നോക്കേണ്ടും വിശ്വനാഥനെ. ആത്മാവായി അകതാരിങ്കൽ തന്നെ മേവും മഹേശനെ. അത് മനസ്സിലാക്കാണ്ടേ പോണത്. ആത്മാവായി അകതാരിങ്കൽ തന്നെ മേവുന്നു മഹേശനെ. കാലൊന്നടറിയോ വീണോ മൃത്യുവേദനയേന്തിയോ വല്ലാതുഴന്നുകൊണ്ട് ആർത്തൻ നാമം വിഷേകമംഗളം. ഹരി 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 തുമ്പുമ്പോൾ ഹരി. എന്താ വളരെയാണ് ഹരി. ഹരേ ഹരി ഹരി. ഇപ്പം ആരും ഹരി ഹരി എന്ന് പറയില്ല, കാരണം മതേതരത്വ. അവിടെയാണ് ഹരി എന്ന് പറയില്ല, ഓർക്കെ. അപ്പോൾ ആത്മാവായ അകതാരിങ്കൽ തന്നെ മേവും മഹേശനെ. കാലൊന്നിടറിയോ വീണോ മൃത്യുവേദന എന്തിയോ വല്ലാതെ ഉഴന്നുകൊണ്ട് ആർത്തൻ നാമം വിഷയികമംഗളം. ഈ യൂണിവേഴ്സൽ ട്രൂത്താണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ പ്രണവശൈലേ. അപ്പോൾ വല്ലാതുഴന്നുകൊണ്ട് ആർത്തൻ നാമം വിഷയികമംഗളം ഉച്ചരിച്ചിടുകിൽ പോലും ബന്ധം മറ്റ് വിമുക്തനാം. ബന്ധം മറ്റ് മുക്തനാവണമെന്നാണ് വിശേഷപ്പെട്ടിട്ട്. ആ മഹാപ്രഭുവിൻ തൃക്കാലോർക്ക മിക്ക മനുഷ്യരും ഭഗവാനെ ഓർക്കില്ല. കലികാലത്തിൽ ഈ വണ്ണമാകിലും കരുണാനിധി ദ്രവ്യദേശ സ്വഭാവാദിനിമിത്തം വന്ന കൽമഷം
ഒട്ടാകെ നീക്കുമ്പോൾ പൂവിൽ തെളിഞ്ഞ ഒന്ന് വിളങ്ങുകിൽ. ദ്രവ്യദേശ സ്വഭാവാദി നിമിത്തം വന്ന കൽമഷം ഒട്ടാകെ നീക്കും ഉൾപൂവിൽ തെളിഞ്ഞൊന്ന് വിളങ്ങുകിൽ. സ്വർണത്തിൽ പെട്ട മാലിന്യം തീയില്ലാതെ തന്നെ മാതിരി. സ്വർണത്തിലെ മാലിന്യം തീയില്ലാതെ കണ്ട് എങ്ങനെ പ്രോസസ്സ് ചെയ്യുക? പത്രമാറ്റ തങ്കാക്കണമെങ്കിൽ തീയിൽ ഊതി സ്വർണത്തെ ഉരുക്കണം. അപ്പോഴാണ് അത് പരിഭാഗമാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വർണത്തിൽപ്പെട്ട മാലിന്യം തീയല്ലാതെന്ന മാതിരി ഭഗവത് ധ്യാനമല്ലാതെ മനസ്സിൽ കറനീക്കിടാ. ഭഗവത് ധ്യാനമല്ലാതെ മനസ്സിന് കറ നീക്കാൻ പറ്റില്ല. മനസ്സിൽ കറ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ സദാസേവ്യ ഭാഗവതം. ഭഗവാനെ പറ്റി സദാസമയവും ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുകയാണെങ്കിൽ എല്ലാം ശരിയാവും. മനസ്സിലായോ? തീർത്ഥസ്നാനം, വ്രതം, ദാനം, വേദാധ്യായനം, ആസനം, പ്രാണായാമം, തത്വചിന്ത, തപസ് മുതലായവ. തീർത്ഥസ്നാനം, വ്രതം, ദാനം, വേദാധ്യായനം, ആസനം, പ്രാണായാമം, തത്വചിന്ത, തപസ് മുതലായവ മുകുന്ദൻ ഉള്ളിൽ മിന്നായിൽ ഒക്കെയും നിഷ്പ്രയോജനം. മുകുന്ദൻ ആരാ? ശ്രീകൃഷ്ണൻ, ശ്രീഹരി. ഉള്ളിൽ മിന്നായിൽ ഒക്കെയും നിഷ്പ്രയോജനം. ആകയാൽ ഈശ്വരധ്യാനം തന്നെ ചെയ്താലും അങ്ങ് ഇനി. അതുകൊണ്ട് ആകയാൽ ഈശ്വരധ്യാനം തന്നെ ചെയ്താലും അങ്ങ് ഇനി ശ്രദ്ധ പൂണ്ട് ഇത് അനുഷ്ഠിക്കിൽ മുക്തനായി വിലസും ഭവാൻ. അതായത് ശുഖബ്രഹ്മർഷി പറയണോ, ശ്രദ്ധ പൂണ്ട് ഇത് അനുഷ്ഠിക്കിൽ മുക്തനായി വിലസും ഭവാൻ. മൃത്യുവേളയിൽ എന്നാലും, മരണസമയത്താണെങ്കിലും ശരി, മൃത്യുവേളയിൽ എന്നാലും ധ്യാനിക്കുകിൽ അവനുടൻ. പെട്ടെന്ന് ആത്മസ്വരൂപം അലിവാർന്ന് അരുളിയിടും മഹാപ്രഭു തൻ്റെ ഉള്ളിൽ വിരാജിക്കുന്ന ആ ബ്രഹ്മചൈതന്യം, ആത്മസ്വരൂപം അലിവാർന്ന് അരുളിയിടും മഹാപ്രഭു നികൃഷ്ടമാകിലും കാണാം. ഗ്യാരണ്ടിയാണ്. നികൃഷ്ടമാകിലും കാണാം. കലിക്കൊരു മഹാഗുണം. കലികാലത്തിന് വിശേഷപ്പെട്ടൊരു ഗുണമുണ്ട്. എന്താ? നാമം ആര് ചൊല്ലണോ അവർക്ക് ഗുണം കിട്ടും. നാമം എങ്ങനെ ചെല്ലണം? നിരന്തരം. എങ്ങനെ? ശുഷ്കിച്ച മനസ്സോടായിരിക്കരുത്, പുഷ്ടിപ്പെട്ട മനസ്സോട് കൂടിയിട്ടായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നികൃഷ്ടമാകിലും കാണാം കലിക്കൊരു മഹാഗുണം. കൃഷ്ണ കീർത്തനമേ നൽകും മോക്ഷം. സംഘഭയാപകം. സംഘഭയം കൂട്ടം കൂടിയേ തെറ്റും. അപ്പോൾ ഏകാന്തമായിരുന്ന് എന്താണെന്നാ പറയുക? നാരായണ 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 എന്നിങ്ങനെ ജപിക്കുക. എന്നാൽ എന്താ? പാപങ്ങൾ മനസ്സിൽ വരില്ല. പാപങ്ങൾ വന്നാൽ ബുദ്ധിമുട്ടായി. അത് കഴിഞ്ഞിട്ട് പറയണു, കൃതത്തിൽ എന്ത് ഈശനെ ഓർക്കിൽ. കൃതത്തിൽ എന്ത് ഈശനെ ഓർക്കിൽ. കൃതയുഗത്തിൽ ഈശനെ ഓർക്കിൽ. യാഗം ചെയ്തിടുകിൽ ത്രേതായുഗത്തിലോ അർച്ചനത്താൽ അടുത്ത അതിൽ കൈവരും. ഈ യുഗത്തിൽ അതേ ഫലം കേശവകീർത്തനത്താൽ. കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദാവരത്തിലും ഉണ്ടാവുന്ന മോക്ഷം ഈ കലികാലത്ത് വെറുതെ നാമാവലികൾ, നാമം ചൊല്ലിയാൽ നാമിയുടെ ഗുണഗണങ്ങൾ നമ്മളിൽ വന്നു ചേരണം. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ അഷ്ടസപ്തതിതമസർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഇനി 79-ാം സർഗത്തിൽ എന്താ പറഞ്ഞത്? 79-ാം സർഗം 4 തരം പ്രളയങ്ങൾ എന്നാണ് പറഞ്ഞത്. ദർ ആർ 4 kinds അല്ലേ? പരമാണു മുതൽ കൊള്ള യുഗത്തിൻ ക്രമം മോദിനേൻ. പരമാണു മുതൽ കൊള്ള
പരമാണു മുതൽക്കുള്ള യുഗത്തിൻ ക്രമമോദിനേൻ ദ്വിപരാർത്ഥം വരേക്ക് ഈ ഞാൻ കേൾക്കൂ കൽപ്പങ്ങൾ ബ്രഹ്മാവിൻ പകലൊന്നെന്ന ചതുര്യുഗം 1000. ഇനി കണക്ക് പറയാണ്. ബ്രഹ്മാവിൻ്റെ പകൽ ഒന്നിന് ചതുര്യുഗം 1000. മനുക്കൾ 14 മക്കാലം ഒരു കൽപ്പമാം. 14 എന്നാണ്, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മനുക്കൾ 14 അക്കാലം ഒരു കൽപ്പമാം. പിന്നീട് രാത്രിയാം അത്ര കാലം ബ്രഹ്മാവിനായതാം. നൈമിത്തിക പ്രളയം ഈ ലോകം 3 ലയിച്ചിടും. 3 ലോകം ലയിക്കും. വിശ്വം തന്നിൽ ഒതുക്കിക്കൊണ്ട് അക്കാലം അഖിലേശ്വരൻ അനന്തശയനം ചെയ്യും. ആത്മാഭൂവാം മഹാപ്രഭു. ആത്മാരാമനായിരിക്കുന്ന ആത്മാവിലെ പ്രഭു, ആത്മാവിലിരിക്കുന്ന പ്രഭു, ആത്മാവാകുന്ന പ്രഭു ബ്രഹ്മാവിൻ അപ്പൊ വിശ്വം തന്നെ ഒതുക്കിക്കൊണ്ട് അക്കാലം അഖിലേശ്വരൻ അനന്തശയനം ചെയ്യും. ആത്മഭുവാം മഹാപ്രഭു ബ്രഹ്മാവിൻ ദിവരാർത്ഥം മായയാൽ ആ മഹദാദികൾ 7 ലയിച്ച് നിന്നിടും. അതാതിൻ കാരണങ്ങളിൽ. കാര്യമില്ലാണ്ട കാരണം ഉണ്ടാവില്ല, കാരണമില്ലാണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതാതിൽ ലയിക്കും എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മഹത്താദി പ്രകൃതി സംഘാതം ബ്രഹ്മാണ്ടം. അങ്ങനെ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി അവ തമ്മിലുള്ള ബന്ധം. മഹദാദി പ്രകൃതി സംഘാതം ബ്രഹ്മാണ്ടം. അങ്ങനെ ലയിപ്പതാം പ്രാകൃതിക പ്രളയം ഗുരുനന്ദന. 100 കാലം മഴയുണ്ടാവില്ല എങ്ങും ഒരിടവും. മുളയ്ക്കാ മണ്ണിൽ യാതൊന്നും ഉണ്ണാനില്ലാതെയാം ജനം. എന്തു പറ്റുന്നാ പറഞ്ഞത്? 100 കാലം മഴയുണ്ടാവില്ല എങ്ങും ഒരിടവും. മുളയ്ക്കാ മണ്ണിൽ യാതൊന്നും മുളയ്ക്കില്ല. എന്നിട്ടോ ഉണ്ണാനില്ലാതെയാം ജനം. ഉണ്ണാനൊന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? പിടിച്ച് അന്യോന്യം ഓരോരുത്തനും ഭക്ഷിച്ച് കേവലം നശിക്കും അന്നാൾ അഖിലം മഹാഭാഗവതോത്തമ. ഹേ പരീക്ഷിത്തേ, കേട്ടോളൂ. എന്താ? പിടിച്ച് അന്യോന്യം ഓരോരുത്തരും ഭക്ഷിച്ചു കേവലം. തമ്മിൽ കടിയും പിടിയും കൂടിയിട്ട് വയൽ കിട്ടിയത് കടിച്ച് ഉള്ളിലേക്ക് ഇറക്കും. വിശപ്പ് കാരണം. അങ്ങനെ പറഞ്ഞത്. പിടിച്ച് അന്യോന്യം ഓരോരുത്തനും ഭക്ഷിച്ചു കേവലം നശിക്കും അന്നാളകിലും മഹാഭാഗവതോത്തമാം. സമുദ്രാദിയിലുണ്ടാം നീർവലിക്കും ചുടുരശ്മിയാൽ. സൂര്യരശ്മിയാൽ സമുദ്രകിരണങ്ങൾ സമുദ്ര ജലങ്ങൾ രശ്മികളിൽ കൂടി ആവിയായി മേപ്പെട്ട് പോവും. പക്ഷെ കീപ്പിട്ട് വരില്ല. എന്താ കാരണം? ഇവിടെ അത് അനുഭവിക്കാൻ യോഗ്യമില്ല എന്നെ. അപ്പോൾ പറഞ്ഞു സമുദ്രാദിയിലുണ്ടാം നീർവലിക്കും ചുടുരശ്മികൾ. പ്രളയാദിത്യനെന്നല്ല സംഘർഷണമുഖാഗ്നിയും. സംഘർഷണൻ സാക്ഷാൽ അനന്തൻ്റെ 1000 തലയിൽ കൂടി പുറത്തേക്ക് വരുന്ന ശ്വാസനിശ്വാസങ്ങൾ പിന്നെന്താ പറയുക, അഗ്നി തന്നെയാവും. അത്രയും ചൂടാവും. എന്നിട്ട് പ്രളയാദിത്യനെന്നല്ല സംഘർഷണമുഖാഗ്നിയും കാറ്റും ചേർന്ന് ദഹിപ്പിക്കും പാതാളാദി സമസ്തവും. പാതാളം, ഭൂമി, സ്വർഗം ഒക്കെ കാറ്റും ചേർന്ന് ദഹിപ്പിക്കും പാതാളാദി സമസ്തവും. ബ്രഹ്മാണ്ടം ആവിധം കീഴ്മേലാകമാനം ജ്വലിക്കവേ. ഇങ്ങനെ ബ്രഹ്മാണ്ടം നിന്ന് കത്തും. കാരണം എന്താ? സജ്ജന ഹൃദയങ്ങളിൽ ചൂട് കയറും. അധർമ്മം കാരണം. അപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കാൻ പോണത്. അപ്പോൾ കാറ്റും ചേർന്ന് ദഹിപ്പിക്കും പാതാളാദി സമസ്തവും. ബ്രഹ്മാണ്ടം ആവിധം കീഴ്മേലാകമാനം ജ്വലിക്കവേ എന്തുണ്ടാവുന്ന പറഞ്ഞത്? സൂര്യാഗ്നിജ്വാലയാൽ കത്തും ചാണകക്കട്ട പോലെയാം. ഉണങ്ങിയ ചാണകം തീപിടിക്കുന്ന പോലെ എന്നാ പറഞ്ഞത്. കൊടുങ്കാറ്റടിയാം പിന്നെ 100 ഗുരുദ്വഹ. പരീക്ഷത്തെ ഈ 100 വർഷം
ചുട്ടുപഴുത്ത് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന 100 വർഷം കൊടുങ്കാറ്റാണ്. ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് വീശി അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും, മേപ്പെട്ട് പോവും കീഴ്പ്പെട്ട് വരും, അങ്ങനെ ചുഴിയിൽ പോവും. അപ്പോൾ കാറ്റടിയാം പിന്നെ നൂറ്റാണ്ടോളം ഗുരുതുക, ആകാശം പൊടിയാലെങ്ങും മൂടും നൂറ്റാണ്ട് ഭീകരം. അതായത് ഒന്നും കാണില്ല, ആകെ ഒരു പൊടിപടലാണ്. ഗർജിച്ചുകൊണ്ട് വർഷിക്കും ചിത്രങ്ങൾ മുകിൽമാലകൾ, ഗർജിച്ചുകൊണ്ട് വർഷിക്കും ചിത്രങ്ങൾ മുകിൽമാല. കാർമേഘം പല പല രൂപത്തെ പ്രാപിക്കും. അന്നാൾ നിറഞ്ഞ വെള്ളത്തിൽ മുങ്ങും വിഷമൊഴുക്കയും ഒരു തുള്ളിക്കൊരു കുടം എന്ന് പറയുന്ന മാതിരി പിന്നെ ആണ് വരിക. അന്നാൾ നിറഞ്ഞ വെള്ളത്തിൽ മുങ്ങും വിഷം മുഴുക്കയും അലിഞ്ഞു ചേരും ആ നീരിൽ ഒഴിതൻ ഗന്ധമൊക്കെയും. ഈ ഭൂമിയുടെ ഗന്ധം ആ നീരിൽ അലിഞ്ഞ് ഇല്ലാതെ ഉണ്ടാവും എന്ന് പറയണു. ആ മട്ടിൽ ഊഴിതൻ ഭാവം ആകെ മാഞ്ഞു തൂവെള്ളമാം. ഭൂമി ഒരു സെൻറ്റിമീറ്ററെങ്കിലും ഭൂമി കാണില്ല, ഭൂമി വെള്ളം കൊണ്ട് നിറയും. ആ മട്ടിൽ ഊഴിതൻ ഭാവം ആകെ മാഞ്ഞ് അത് വെള്ളമാം. രസം തേജസ്സിൽ വറ്റിയുടെ വെള്ളം തേജസ്സുമായി വരും. രസം തേജസ്സിൽ വറ്റിയിടിൽ വെള്ളം തേജസ്സുമായി വരും. തേജസ്സിൻ്റെ ഗുണം രൂപം കാറ്റിൽ ചേർന്ന് എന്താവുന്ന പറഞ്ഞത്, ലയിച്ചിടും തേജസ്സും ആകാശം അതിൽ ഗുണം സ്പർശം ഗ്രസിക്കുകിൽ. അതായത് താഴയിൽ നിന്ന് മേലോട്ട് ഓരോന്നും തന്നിൽ ലയിച്ച് ഒന്നുമില്ലാണ്ടാവും. തേജസ്സിൻ്റെ ഗുണം രൂപം കാറ്റിൽ ചേർന്ന് ലയിച്ചിടും. തേജസ്സും ആകാശം അതിൻ ഗുണം സ്പർശം ഗ്രസിക്കുകിൽ. കാറ്റും ലയിക്കും ആകാശത്തിങ്കൽ, ആകാശമോ ഗുണം ശബ്ദം. ഭൂതാദിയിൽ ചേർന്ന് ആകാശവും അതായി വരും. ഭൂതാദിയിൽ ചേർന്ന് ആകാശവും അതായി വരും. രാജസാഹന്തയും സാത്വികാഹന്തയും അതേ വിധം. അഹന്ത 2 തരമുണ്ട്, ഒന്ന് രാജസം, ഒന്ന് സാത്വികം. രാജസാഹന്തയും സാത്വികാഹന്തയും അതേ വിധം ദേവതേന്ദ്രിയവർഗത്തെ ഉൾക്കൊള്ളും വൃത്തിപൂർവകം. ജോലി സേവയല്ലാണ്, വൃത്തിപൂർവകം എന്നാണ്. രാജസാഹന്തയും സാത്വികാഹന്തയും അതേ വിധം ദേവതേന്ദ്രിയവർഗത്തെ ഉൾക്കൊള്ളും വൃത്തിപൂർവകം. അനന്തരം അഹം 3, ഈ 3 ഗുണങ്ങളും അഹം 3 മഹത്തത്വത്തിലാണ്ടുപോകും. ഗുണാത്മക പ്രകൃതിയിൽ മഹാനും വിലയിച്ചിടും. മഹാന ഒന്നുമില്ല, പിന്നെ മഹിമുണ്ടെങ്കിലല്ലേ മഹാനുള്ളൂ. സമീകരിക്കും സത്വാദി ത്രിഗുണം. സമീകരിക്കും സത്വാദി ഗുണം, സത്വം രജസ് തമസ് ഇവ. കാലോചിതം നാമരൂപാതിരഹിതം അവ്യാകൃതം മുടൻ നൃപ. ഒന്നിനും പേരും പ്രസക്തി ഉണ്ടാവില്ല, ഗുണങ്ങൾ ഉണ്ടാവില്ല. അചിന്ത്യ ഭഗവൽ ശക്തി, അത് ആത്മാവിലടങ്ങിയിടും. ചിന്തിക്കാൻ പറ്റാത്തതെന്നാ അചിന്ത്യം. ചിന്തിക്കാൻ പറ്റില്ല. അചിന്ത്യ ഭഗവൽ ശക്തി യാത് ആത്മാവിലടങ്ങിടും. അങ്ങില്ല ഗുണവൈഷമ്യം. കാലാദി പരിണാമവും, കാലത്തിന് പരിണാമം ഇല്ലാത്ത ഒരു അവസ്ഥ വരും. സർവകാരണമാം ബ്രഹ്മം അനാദ്യന്തം, അത് അവ്യയം. വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. സർവകാരണമാം, എല്ലാറ്റിനും കാരണം എന്താ? എല്ലാറ്റിനും കാരണം പറയണത് സർവകാരണമാം ബ്രഹ്മം, ബ്രഹ്മാണ് എല്ലാറ്റിനും കാരണം. അനാദ്യന്തം അതവ്യയം, അതിന് തുടക്കമില്ല അവസാനമില്ല. അവ്യയം, വ്യയമില്ലാത്തത്, അത് ഇല്ലാണ്ടാവില്ല. അവ്യയം, അതിന് അമ്മട്ടെന്നോതാനും ഓർപ്പാനും മരുദേവനും. മരുദേവൻ എന്ന് പറഞ്ഞാൽ കാറ്റ്. സത്വാദി ചൊല്ലില്ല അവിടം. പ്രാണാദി മഹദാദിയും, പ്രാണൻ കാറ്റാണല്ലോ. അതിങ്കൽ നാമരൂപാദി സകലം ബുദ്ധികൽപ്പിതം. ഓരോ സാധനത്തിനും നാമങ്ങളും രൂപങ്ങളും ശബ്ദത്തിൻ്റെ മഹിമ കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. ശബ്ദം ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അതിങ്കൽ നാമരൂപാദി സകലം ബുദ്ധികൽപ്പിതം. ആത്മാവിൽ മുട്ട യാതൊന്നും എല്ലാം പ്രതിങ്കലാം. ആത്മാവിൽ ഒന്നും തട്ടില്ല. എന്നാലോ
അതൊന്നും എല്ലാം പ്രകൃതിയിങ്കലാം ജാഗ്രതാദിയിൽ മേവിടും ജീവനെ പോലൊരിക്കലും. ജാഗ്രതാവസ്ഥയിൽ മേവീടും ഉണ്ടാവുന്ന ജീവനെ പോലൊരിക്കലും വെറും സങ്കുചിത ജ്ഞാനം മാർന്ന് അതല്ല ഒഴി വിൺ ജലം അഗ്നിയും പോലെ ജഡവും അല്ല ദേഹസ്ഥനെങ്കിലും. ഈ ആത്മാവ് ദേഹസ്ഥനാണ്, അന്തസ്ഥനാണ്. പക്ഷേ വെറും സങ്കുചിത ജ്ഞാനം സങ്കുചിത ജ്ഞാനം, ബലവത്തല്ല, സങ്കുചിതാണ്, മായാബന്ധിതാണ്. അത് വെറും സങ്കുചിത ജ്ഞാനം പറഞ്ഞ് അതല്ല ഒഴി, മണ്ണ്, ആകാശം, ജലം, അഗ്നിയും പോലെ ജഡവും അല്ല ദേഹസ്ഥനെങ്കിലും സുഷുപ്തനെ പോലെ. എന്താ സുഷുപ്തനെ പോലെ? ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പോലെ. വിപ്രത്വാദി ഭേദങ്ങളറ്റും. വിപ്രൻ ദ്വിജൻ എന്നുള്ള ഭേദമൊന്നും ഇല്ലാണ്ട് ചരാചരാന്തരാത്മാവാണെന്നാലും അവയൊന്നിലും. ചരാചരങ്ങളിൽ ആത്മാവായിട്ടിരിക്കുകയാണ് എങ്കിലും അവയൊന്നിലും. ഉളവാം ഗുണദോഷങ്ങൾ മുട്ടാതെ ആകാശ നിർമ്മലം. ഇതിലൊന്നും മുട്ടാതെ കണ്ടാണ് ആകാശം നിർമ്മലമായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു. അതോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.